കരാർ കമ്പനിക്ക് മുൻകൂർ പണം നൽകുന്നത് പുതുമയുള്ള കാര്യമല്ല എന്ന് മുൻമന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയിൽ പറഞ്ഞു. നിയമസഭയിലെ നവീകരണ പ്രവൃത്തികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സ്പീക്കർ മുൻകൂർ പണം നൽകിയിട്ടുണ്ട് എന്നും ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ അറിയിച്ചു. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ കോടതി തിങ്കളാഴ്ചത്തേക്ക് വിധി പറയാനായി മാറ്റി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുൻമന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ അറിയിച്ചു. ആശുപത്രിയിലാണെന്ന് അറിയിച്ചിട്ടും പോലീസ് വീട്ടിൽ തെരച്ചിൽ നടത്തുകയായിരുന്നുവെന്നും ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ അറിയിച്ചു. ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ നിങ്ങൾ സ്വമേധയാ തെരഞ്ഞെടുത്ത ആശുപത്രിയും ഡോക്ടറുമല്ലേ, അവിടെ തുടരുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചു. അറസ്റ്റ് ഒഴിവാക്കാൻ ചികിത്സ തേടിയതല്ലെന്നായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ മറുപടി. കരാറുകാരൻ മുൻകൂറായി പണം നൽകിയെന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത്. മുൻകൂർ പണം നൽകുന്നത് പുതുമയുള്ള കാര്യമല്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സ്പീക്കർ മുൻകൂറായി പണം നൽകിയിട്ടുണ്ട്. മുൻകൂർ നൽകിയ തുകയുടെ പലിശ നിരക്ക് നിശ്ചയിച്ചതിൽ മന്ത്രിക്ക് പങ്കില്ല. 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ അറിയിച്ചു. എന്നാൽ നിയമവിരുദ്ധമായിട്ടാണ് മുൻകൂർ പണം നൽകിയത്. മറ്റു കരാറുകളുമായി ഈ കരാറിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചു. RDSന് കരാർ നൽകിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നു. മുൻകൂർ പണം നൽകിയതിനുള്ള ശുപാർശ മന്ത്രി നിയമവകുപ്പിന്റെ പരിശോധനയ്ക്ക് അയക്കണമായിരുന്നുവെന്നും അതിനാൽ ഇബ്രാഹിം കുഞ്ഞിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും സർക്കാർ അറിയിച്ചു. തുടർന്ന് ഹർജി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 വിധി പറയാനായി കോടതി മാറ്റി. മീഡിയ 1 കൊച്ചി.